ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുടെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പം ഇന്ന് അതായത് ഏട്ടത്തിൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോകുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ നെയ്പ്പത്തിരി അരി അരച്ചാണ് സാധാരണ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നെയ്പ്പത്തിരി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, നെയ്ച്ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം കൂടി പറ്റിയില്ല. അപ്പം വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഇത് കുറച്ച് നേരത്തെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പണി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഒരു 8 മണിയാകുമ്പോൾ ഇളയൊക്കെ പോകണമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ കോഴി ആദ്യം കഴുകി വെക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് കഴുകി അത് കറി വെക്കണം. പിന്നെ ചിക്കൻ പുരട്ടി വെക്കണം. ആദ്യം തന്നെ കുറച്ച് സമയം പുരട്ടി വെച്ചാൽ പൊരിക്കുമ്പോൾ നല്ല. പിന്നെ ഇത് ഗ്രൈൻഡറിൽ അരി അരച്ചെടുക്കുന്നുണ്ട്. നെയ്പ്പത്തിരിനുള്ള അരി ഉമ്മ രാവിലെ കുതിർത്തതാണ്. രാവിലെ പുഴുക്കലരിയും, അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരിയും, പിന്നെ ചുമന്ന അരിയും ഇച്ചിരി പച്ചരിയും കൂട്ടിയിട്ടാണ് നമ്മൾ അരി കുതിർക്കൽ. അതിട്ട് കൂടുതൽ അരയാൻ പാടില്ല. അരക്കുമ്പോൾ ഒരു കൈ തേങ്ങയും സവാളയുടെ ഒരു പകുതി കഷ്ണവും ചേർത്താണ് അരക്കൽ. അരച്ച് കഴിഞ്ഞാണ് ജീരകം ചേർത്തത്. പത്തിരി ഉണ്ടാകുന്ന ഓടിൽ വെച്ച് വാട്ടിയെടുക്കും. ഒന്ന് ഡ്രൈ ആക്കിയെടുക്കും. അതിങ്ങനെ കൈവച്ച് തന്നെ, നമുക്ക് നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് കൈ പൊള്ളൊന്നുമില്ല. കൈവച്ച് തന്നെ ഇങ്ങനെ ഇളകി ഇളകി വരും. നല്ല ചൂടാകുമ്പോൾ, ഓട് ചൂടായതിന് ശേഷമേ മാവ് അങ്ങോട്ട് ഇടാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഇങ്ങനെ വാട്ടിയെടുക്കാം. അപ്പം ഉണങ്ങിക്കിട്ടും. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത്, ഇതാണ് ഇനി നെയ്പ്പത്തിരി, അതായത് എണ്ണയിൽ പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പെരുന്നാളിനോ അല്ല എന്തെങ്കിലും പിന്നെ എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ ചിലപ്പം ഇടയ്ക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കും. പിന്നെ പെരുന്നാളിനോ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ നേർച്ചയോ അല്ല എന്തെങ്കിലും പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആണ് കൂടുതലും നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു, നല്ല മഴ. എന്നിട്ട് ഉമ്മ ഇവിടെ, അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ക്ലാസ് ഉണ്ടായി. ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഉമ്മ പകുതി നെയ്പ്പത്തിരി ചുട്ടിട്ട് പരിപാടി തുടങ്ങിയിരുന്നു. കറിയൊക്കെ നേരത്തെ വെച്ചു. നെയ്പ്പത്തിൽ നമ്മൾ ലാസ്റ്റാണ് ചൂടൽ. എന്നാൽ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കിട്ടൽ. എണ്ണ നല്ല തിളച്ചിട്ടുണ്ടാകണം. തിളച്ച എണ്ണയിലോട്ട് ഇടുമ്പോഴാണ് നെയ്പ്പത്തിൽ കറക്റ്റ്. ഇത്രയും ഒരു ഉരുളയാക്കിയെടുത്ത്, സാധാരണ ഞാൻ പ്രസ്സിലൊക്കെയാണ് പരത്തുന്നത്. പക്ഷെ ഉമ്മായും പിന്നെ ഇവിടെ ഏട്ടത്തിയൊക്കെ അവർ പണ്ടേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ഇപ്പോഴും അതേ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതായത് അതാണ് ഒരു ടേസ്റ്റും നമുക്കൊരു എന്താണ് പണ്ടത്തെ ഒരു ഓർമ്മ. ഉമ്മ എപ്പോഴും കൈ കൊണ്ട് പരത്തിയിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉമ്മാക്കൊന്നും ഇപ്പം പ്രസ്സിൽ പരത്തി ചുടുന്ന ഒരു വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ ചുടുമ്പോൾ എല്ലാം പുതിയ പുതിയ മോഡലൊക്കെ ആയതുകൊണ്ട് എല്ലാം അങ്ങനെ ഇടുന്നത്. ഉമ്മ ചുടുന്ന ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പം ആദ്യം സവാള ഒന്ന് വഴറ്റുന്നുണ്ട്. ഇത് അടുപ്പിൽ പിന്നെ വിറകൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അടുപ്പിൽ തന്നെയാണ്, നല്ല തീ. ഉമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് ഗ്യാസിൽ നമ്മൾ വെക്കും. കാരണം ഗ്യാസ് നമുക്ക് ഒരു മാസം വരെ നിൽക്കലില്ല. ഒരു 10, 20, 25 ദിവസം മാക്സിമം. പക്ഷേ പിന്നെ അടുപ്പിലും തീ ഉണ്ടെങ്കിൽ അടുപ്പിലുണ്ടാക്കും. പിന്നെ ഉമ്മയൊക്കെ ആക്കുമ്പോൾ, ഇപ്പോഴത്തെ നമുക്കൊക്കെ ആണല്ലോ മെനക്കെടാൻ കുറച്ചൊരിത്. ഉമ്മാലും ഉണ്ടാക്കുമ്പോൾ എല്ലാം കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ പകുതി ഗ്യാസിലാക്കും, പകുതി അടുപ്പിലാക്കും. നമ്മളൊക്കെയാണ് മടിയന്മാർ. അങ്ങനെ അപ്പം നെയ്പ്പത്തിരിയുടെ ചുട്ടുകൊണ്ട് കോരിക്കൊണ്ട് നിൽക്കുന്നുണ്ട്.
കോഴിപ്പീര വെക്കാൻ, അതായത് നമ്മൾ ചിക്കൻ പീര വെക്കാൻ, കോഴി വറുത്തതെന്ന് ഞങ്ങൾ പറയൽ. അതിന് എന്താണ്, സവാള വഴന്നതിന് ശേഷം അതിലോട്ടുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല ഇടുന്നത്, കുരുമുളക് പൊടി, എല്ലാ പൊടികളും ഇട്ട്, തക്കാളിയും പച്ചമുളകും ഇട്ടിരുന്നു. അതിലോട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കനിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് നല്ല എരിവ്, നല്ല ചുമന്നുള്ള കളറാണ് കറി വേണ്ടത്. അപ്പോൾ ഇതിൽ ഇച്ചിരി മുളക് പൊടി കാശ്മീരി തീർന്നിരുന്നു, കളറ് കുറവാണ്. അപ്പോൾ ഇതിൽ തേങ്ങയും കൂടി ഇടുമ്പോൾ കളർ ഇനിയും കുറയും. അപ്പോൾ തേങ്ങ ചിരവിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലോട്ടിടുന്നത്. അപ്പോൾ ചിക്കൻ ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. കോഴി വെന്തതിന് ശേഷമാണ് ഇതിലോട്ട് തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് ചിരവിയതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ലാസ്റ്റ് ചതച്ച് ചേർത്ത് കൊടുക്കും. പിന്നെ ഇത് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കോഴി പൊരിക്കാൻ വെച്ചു. ആദ്യം തന്നെ ഞാനത് ചിക്കൻ പുരട്ടി വെച്ചിരുന്നു. മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, മസാലപ്പൊടി, കുരുമുളകൊക്കെ തേച്ച് ഒരു മണിക്കൂർ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിൽ ചേർത്തത് കുറച്ച് കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയും ചേർക്കാം. അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്. നല്ല ചിക്കൻ ഫ്രൈ ആണ് കിട്ടിയത്. നല്ല ടേസ്റ്റും ഉണ്ടായി.